ഞാൻ കയറിയ ജോലിക്ക് എനിക്ക് വെറും 1500 ആണ് എനിക്ക് കിട്ടിയിരുന്നത്. ഇത് ഇൻക്രിമെന്റ് ഉണ്ടാവില്ല എന്ന് അവർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ആ ഒരു എമൗണ്ട് വെച്ചിട്ട് അവിടെ ദുബായിൽ ജീവിക്കാന്ന് പറയുന്നിട്ടും പറ്റില്ല, അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ കുറച്ച് റിസ്ക് എടുക്കുകയാണെങ്കിൽ അത് ഫ്യൂച്ചറിക്ക് നന്നായിരിക്കും എന്നെനിക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. ഹസ്ബൻഡ് പറഞ്ഞു ഫുൾ സപ്പോർട്ടായിരുന്നു, റിസൈൻ ചെയ്തോ പഠിക്കാൻ പോയിക്കോ എന്ന് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു. ഇനി എന്തായാലും ഇത് പഠിച്ചെടുക്കാണ്ട് പറ്റില്ല, ഇത്രയും എമൗണ്ട് ചിലവാക്കിയിട്ട് നമ്മളൊരു കോഴ്സ് ചെയ്യുകയാണ്. എനിക്ക് അതൊരു കൺസേൺ ആയിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെയിനായിട്ട് ജസ്റ്റ് പറഞ്ഞു പോകും, അല്ലാണ്ട് നോട്ട്സോ അതോ ഷോർട്ട് നോട്ടോ ഒന്നും പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ എസ്ട്രയിൽ ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് അതിനൊക്കെ ഒരു സമാധാനമായത്. ഇപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചപ്പോൾ എനിക്കൊരു 50% ആ കൺസെപ്റ്റിനെ കുറിച്ചിട്ട് അറിയാമായിരുന്നു. പക്ഷേ എസ്ട്രയിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്കതൊരു 90-95% അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. അപ്പോൾ ഞാനിപ്പോൾ CMA പാർട്ട് 1 ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ കാരണം എസ്ട്രയാണ്.